this is Cock, Sky Force. Mehu Kilodi, Okusu Kilodi, Mekilade to Anari. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ദിസ് ഈസ് നെവർ എ ബാഡ് ഫിലിം. ഒരു ടിപ്പിക്കൽ അക്ഷയ് കുമാർ കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് നെവർ എ ബാഡ് ഫിലിം. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് 2 പേർ ചേർന്നിട്ടാണ്, സന്ദീപ് ക്യുലാനിയും അഭിഷേക് അനിൽ കപൂർ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാകും, ദിസ് ഈസ് ബേസിക്കലി എയർ അറ്റാക്ക്, എയർ വാർ പരിപാടിയാണ്. ഫൈറ്റർ ജെറ്റ് അത് പറത്തുന്ന ആൾക്കാർ. ഇത് 1965 ഇൻഡോ പാക് വാറിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള സർഗോദ എയർബേസ് അറ്റാക്ക്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പക്ഷേ വേറെ അതിന് മുൻപുണ്ടായിട്ടുള്ള പല അറ്റാക്കുകളും കാണിക്കുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല. പിന്നെ ഇത് മെയിൻ പ്ലോട്ട് അതാണെങ്കിലും സെക്കൻഡ് ഹാഫിലൊക്കെ കൂടുതലായിട്ടും ഈ അക്ഷയ് കുമാറിൻ്റെ ക്യാരക്ടറും പിന്നെ പുതിയ ഒരാളുണ്ട്, പേര് വീർ പ്രഹാരിയ, പുതിയ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഫേസ്ഡ് ആണ്. പക്ഷേ പുള്ളി കിടു പുള്ളിയുടെ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ, സ്ക്രീൻ പ്രസൻസ് ആയി കഴിഞ്ഞാൽ, ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാലും ഒരു കിടു മനുഷ്യൻ. 1960s, 70s, 80s ഒക്കെയാണ് കഥ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മാച്ചോ മാനല്ലേ, കറക്റ്റ് മുസ്റ്റാഷൊക്കെ വെച്ചിട്ട് ഒരു കിടലൻ ലുക്ക്. പിന്നെ അക്ഷയുടെ കാര്യം പറയണ്ടല്ലോ. അക്ഷയ് കുമാറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ ക്രൊണോളജിക്കലി ഇങ്ങനെ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ പുള്ളിയുടെയും യങ് ഫേസും പിന്നെ പുള്ളി പ്രായമായിട്ട് വരുന്ന ഫേസുണ്ട്. പ്രായമായിട്ടുള്ള ഫേസിലൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലാവും നമുക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവൽ ഇങ്ങനെ കയറി വരുന്നത് ശരിക്കും മേക്കപ്പിൽ മാത്രമല്ല, പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ പുള്ളി അത് റെൻഡർ ചെയ്യുന്നതിലൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ്, അവരുടെ ഒരു ഇമോഷണൽ ബോണ്ടിങ്, അതോടൊപ്പം തന്നെ പ്രൊഫഷണലി ഉള്ള ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഞാനീ പറഞ്ഞ ഈ എയർ വാറും കുറച്ച് അറ്റാക്കും പരിപാടിയൊക്കെയാണ്. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ CGI VFX പരിപാടിയൊക്കെ പുറത്തുള്ള കമ്പനീസാണ് ചെയ്തിരിക്കുന്നത്, UK ബേസിലൊക്കെയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ മറ്റേ ബീസ്റ്റിൽ ദളപതി വിജയണ്ണ പറത്തുന്ന പോലത്തെ പരിപാടിയല്ല. പക്ഷേ ഇത് ഒരു ടോപ്പ് ഗൺ മാവറിക്കൊക്കെ പോലെ ഭീകരമായിട്ടുള്ള സാധനം പ്രതീക്ഷിക്കുന്നത് 160 ബജറ്റിലൊക്കെ എടുത്താണ്. ലൈൻസും അതുപോലെ തന്നെ മെഡോക് ഫിലിംസൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അറ്റാക്സും പരിപാടിയും. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു എൻക്വയറി, സ്റ്റേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഫയേഴ്സ് ഇതൊക്കെ കാണിക്കുകയും അതിന് ഒരു നല്ലൊരു എൻഡിങ് കൂടി കൊടുത്തിട്ടുള്ള വളരെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എയർ അറ്റാക്ക് എന്ന് പറയുന്ന സമയത്ത് ബിഗിനിങ്ങിൽ ഒന്നുണ്ട്, അത് ഇമ്പ്രസീവ് ആയിരുന്നു. അതിലാണ് നമ്മുടെ കിലാടിയുടെയൊക്കെ ഇൻട്രോ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടൊരു അറ്റാക്ക്, വീണ്ടും ഇങ്ങോട്ടൊരു അറ്റാക്ക്. മൂന്നാമത്തെ അറ്റാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോമഡി ആയിപ്പോയി. വിനയൻ്റെ വറൈൻ ലവ് പോലെ PVC പൈപ്പും പുട്ടും കുറ്റിയും എന്നുള്ള ആ ലെവലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ആ ഒരു പീരീഡാണ്. അപ്പോൾ അത് കുറേ പണിയുണ്ട് ആർട്ടിലായി കഴിഞ്ഞാലും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലൈറ്റും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ കാണിക്കാൻ, പിന്നെ ബാക്കി VFXലൊക്കെ പണിയണം. പക്ഷേ എന്നാലും ചില കോമഡി, ബോംബെ സർക്കസൊക്കെ പോലെ കുറേ ഈ മറ്റേ എയർ അറ്റാക്ക് ഉണ്ടായിട്ട് അതിനിടയിൽ കൂടെ ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, കരണം മറയുക, അങ്ങനത്തെ പരിപാടിയൊക്കെ കുറേ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ അറ്റാക്കിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറേയൊക്കെ ഫ്ലോസ് ഉണ്ട്. പിന്നെ കിലാടിയുടെ ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു പാട്ടുണ്ട്, ആ പാട്ടിൽ കിലാടി വിളക്കിൻ്റെ മുകളിൽ കയറിയിട്ട് തൂങ്ങി ആടുക. മറ്റേ വലിയ വിളക്കില്ലേ, പഴയ സാധനം, അതിൽ തൂങ്ങി ആടുക, അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ഇങ്ങനെ കിലാടിയുടെ അഭ്യാസമൊക്കെ ഉണ്ട്. പിന്നെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്. അതായത് തലവേദന, ചെവി വേദനയ്ക്കൊക്കെ സാധ്യതയുള്ള കൈൻഡ് ഓഫ് പരിപാടി ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈനിങ് കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ടായി കഴിഞ്ഞാലൊക്കെ തന്നെ. ജസ്റ്റിൻ വർഗീസാണ്, നമ്മുടെ മലയാളി ജസ്റ്റിൻ വർഗീസാണ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ശ്രീഹർ പ്രസാദാണ് എഡിറ്റർ. മലയാളീസൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ DB, റിപ്ലൈ മീ ബ്രോ, വെർ ഇസ് മൈ DB. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ കുറേ സെല്യൂട്ട് അടി, ഓവർ ഇമോഷണൽ ഡ്രാമ പരിപാടിക്ക് ഉണ്ടെങ്കിലും ടുവേർഡ്സ് ക്ലൈമാക്സ് ഇറ്റ് വാസ് വെൽ ബാലൻസ്ഡ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻക്വയറിയുടെ പുറകെ പോയിട്ട് ലാസ്റ്റ് പാട്രിയോട്ടിസൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സും അങ്ങനത്തെ സീൻസൊക്കെ ആണെങ്കിൽ അത് ടിപ്പിക്കൽ ബോളിവുഡ് ഫിലിംസ് പോലെ ഓവറാക്കി ചളമാക്കി മറ്റേ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ സാധനം കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുന്ന തരത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആൻഡ് ട്രൂ പീപ്പിൾ. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കാണാനും ഭയങ്കര സിമിലറാണ്. പിന്നെ വളരെ കുറച്ച് ആളുകളെ അഭിനയിച്ചിട്ടുള്ളൂ. തുടക്കത്തിലുള്ള ഈ എയറിലുള്ള പരിപാടികൾ, ഈ ഫൈറ്റർ ജെറ്റ് പരിപാടികളെക്കാളും കൂടുതൽ കണക്റ്റഡും ഇമോഷണലും അതിൻ്റെ ഒരു ഫീലും കിട്ടിയിട്ടുള്ളത് ടുവേർഡ്സ് ക്ലൈമാക്സ്. ഈ പ്രഹാരയുടെ ഒരു പരിപാടിയുണ്ട്, അത് വളരെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. അത് ഇമോഷണലി കണക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അത് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഇതെന്ന് പറയുന്നത് ഓണർ ടു ദ ഡെഡ് ആണ്, ബിലേറ്റഡ് ഗ്ലോറി.
അതായത് നമ്മൾ മരിക്കുവാണെങ്കിൽ നമ്മൾ മരിച്ചു ഓക്കെ, പക്ഷേ എന്തിനു മരിച്ചു അല്ലെ, വാട്ട് വാസ് ദ കോസ്, അതാണല്ലോ നമ്മളെ ഒരു ഇമ്മോർട്ടലാക്കി മാറുന്നത്, നമ്മളെ ഒരു ഇറ്റേണിറ്റി എന്ന് പറയുന്നതാണല്ലോ. അതൊക്കെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ 2 പേരാണ് മെയിനായിട്ടുള്ളത്, സാറ അലി ഖാനും നിമ്രത് കൗറും. അതിൽ 2 പേര് ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. എസ് എ ഹോൾ പറയുകയാണെങ്കിൽ ഇത് വലിയ സ്കെയിലുള്ള ഒരു ഫൈറ്റർ പരിപാടി, മറ്റേ എയർ വാർ പരിപാടി ഒന്നും ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുകയോ ഓവറായിട്ട് അത് ഇമ്പ്രസീവായിട്ട് കാണിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഇമോഷൻ ഇൻ ദ സെക്കൻഡ് ഹാഫ് ആൻഡ് ടുവേർഡ്സ് ക്ലൈമാക്സ്. അത് നന്നായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് പേഴ്സണലി എനിക്ക്. ക്ലൈമാക്സ് ഒക്കെ വെൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മെഹു ഖിലാഡി.